62 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇത് നടക്കുന്നത്. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അല്ലെങ്കിൽ ടെക്നോളജിക്കൽ തലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റ്സും കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ കലയിൽ തീർത്തും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോ, അതും ഒരു ദേശത്തിനെ അല്ലെങ്കിൽ ഒരു നാടിനെ പ്രതിദാനം ചെയ്യുന്ന അവിടുത്തെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ഷോ ചെയ്യും. അതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അത് മാത്രമല്ല, ഇത് ഒരു ചരിത്ര മുഹൂർത്തം കൂടിയാണെന്നുള്ളത്. റിസ്ക് ഇത്തരം കാര്യത്തിൽ ഇടപെട്ടതും മൂലം കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു ദിശാസൂചന തന്നെയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കേരള ലിറിക്കൽ അക്കാദമി ഞങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ബംഗ്ലാദേശായി, ഇനിയിപ്പോൾ ശ്രീലങ്ക, അതുപോലെ തന്നെ മറ്റ് കൺട്രികളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവും കൂടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ എക്സ്പോഷർ നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാകുന്നതിലൂടെ ഒരു ഗ്രേറ്റർ ലെവലിലുള്ള ഒരു റിയലൈസേഷൻ നടക്കും. ശരി, പിന്നെ UAE ആയിട്ടുള്ള ഒരു കൊടുക്കലും വാങ്ങലിൻ്റെയും ഒരു ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ UAE മുന്നോട്ട് വയ്ക്കുന്ന ഒരു വളരെ ആഴത്തിലുള്ള ഒരു സമുദ്രത്തിൻ്റെ തന്നെ ഒരു സംസ്കാരമുണ്ട്. മൈഗ്രേഷൻ്റെ ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഉണ്ട്. ഇതെല്ലാം തന്നെ ഇന്ന് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാൻവാസിനേറ്റും കൂടുതൽ ഒരു റിസർച്ച് പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കലയിൽ നടക്കുന്നുണ്ട്. ശരി, റിസ്കിനും അക്കാഡമിക്കും ഉള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ശരിയാണ്, ആ ഒരു ക്യൂരിയോസിറ്റിയാണ് ശരിയാണ് ഡ്രീമായിട്ട് മാറുന്നത്. അത് തീർച്ചയായിട്ടും വിഷണറീസ് ഉള്ള കാലം വരെ, അതായത് ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഡൈജസ്റ്റീവാണ്, അറ്റ് ദ സെയിം ടൈം ഇതൊരു ഡ്രീംഫുള്ളാണ് എന്ന് പറയുന്ന തല നിർത്തുമ്പോഴും അത് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് അതൊരു വലിയൊരു ഇൻസ്പിറേഷണൽ ഒരു ക്യൂരിയോസിറ്റിയുടെ ഒരു തലമായി മാറുന്നത്.